ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യെശയ്യാവിൻ്റെ പ്രവചനം 43 അധ്യായം 1-2 ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കും, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കും, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിലൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല. ദൈവജനമേ, ആ ഒന്നാമത്തെ വാക്യം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഇസ്രായേലിനോട് ദൈവം പറയുന്ന ആ ബന്ധത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ജനമാണ് എന്ന ഒരു ഉറപ്പാണ് അവർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ എൻ്റെ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പ് അവിടെ കാണാം. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങൾ എൻ്റെ ജനമാണ്, നിന്നെ സൃഷ്ടിച്ചവൻ ഞാനാണ്, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് ഞാനാണ്, നിന്റെ പേർ ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ സ്വന്തം ജനമെന്നുള്ള ആ അഷ്വറൻസ് ആണ്, ആ ഉറപ്പാണ് നമ്മളവിടെ ആദ്യത്തെ വാക്യത്തിൽ കാണുക. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ദൈവം ഇത്രയും ഉറപ്പ് കൊടുത്ത, ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന, എനിക്കുള്ളവനാണ് നീ എന്ന് പറയുന്ന, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ ജനം പോകുന്ന 4 പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നു. അപ്പൊ നോക്കണം, ദൈവത്തിൻ്റെ ജനം പ്രതിസന്ധിയിലൂടെ പോകുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലെ, നീ എൻ്റെ സ്വന്തം ജനമാണ്, ഞാനാണ് നിന്നെ നിർമ്മിച്ചത്, നീ ഒരു അല്പസമയത്തേക്ക് എന്നെ വിട്ടു പോയി, ഞാൻ നിന്നെ വീണ്ടും എൻ്റെ ജനമാക്കി. പ്രൈസ് ലോർഡ്. നിന്നെ എൻ്റെ വീണ്ടും എൻ്റെ ജനമാക്കി തീർത്തു, നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചു. നോക്കണം, എത്ര ശ്രേഷ്ഠമേറിയ പദങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവം തന്നെയാണിത് പറയുന്നത്, ഇസ്രായേൽ അല്ല പറയുന്നത്. ദൈവം തന്നെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. പക്ഷേ ആ ജനം പോകുന്ന 4 പ്രതിസന്ധികൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രതിസന്ധി 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ. രണ്ടാമത്, പ്രൈസ് ലോർഡ്, നീ നദികളിലൂടെ കടക്കുമ്പോൾ. മൂന്നാമത്, നീ തീയിലൂടെ നടന്നാൽ. നാലാമത്, അഗ്നിജാല. അപ്പം 4 മേഖലകളിൽ 2 മേഖലകളുടെ തീവ്രതയും കാണുന്നു. നമ്മൾ കാണുന്നത് ആദ്യം വെള്ളം പിന്നെ നദിയായി മാറുകയാണ്. എന്ന് വെച്ചാൽ വെള്ളം അത് കുറച്ചേ കാണുകയുള്ളൂ, പക്ഷേ ആ പ്രതിസന്ധി നദി പോലെ പൊങ്ങുന്നു. ഓക്കെ. രണ്ടാമത്, തീയാണ് കാണുന്നത്. തീയുടെ ബലം കൂടുന്ന മേഖലയാണ് അഗ്നി എന്നുള്ളത്. എന്ന് വെച്ചാൽ അഗ്നിജ്വാല. നോക്കിക്കേ അതിൻ്റെ ആ തീവ്രത. വെള്ളം നദിയായി മാറുന്നു, തീ അഗ്നിജാലയായി തീരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സ്വന്തം ജനം ഈ പ്രതിസന്ധിയുടെ പോകത്തില്ലെന്നല്ല, പോകുമെന്ന് എഴുതിയിരിക്കുന്നത്.
പക്ഷേ പോകുമെന്ന പദം കൊണ്ട് അവിടെ നിർത്തുകയല്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രകാശനം തന്ന വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെള്ളത്തിലൂടെ പ്രൈസ് ദി ലോർഡ് നീ കടക്കും. അപ്പൊ വെള്ളത്തിലൂടെ നീ പോകേണ്ടി വരും. 2, നദിയിലൂടെ നീ കടക്കും. തീയിലൂടെ നടക്കേണ്ടി വരും. അഗ്നിജ്വാലയിലൂടെ നീ പോകേണ്ടി വരും. ഈ 4 മേഖലയിൽ പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അപ്പൊ ദൈവം കൂടെ ഇരുന്നാൽ സംഭവിക്കുന്ന അനുഗ്രഹവും അവിടെയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, നിന്റെ മീതെ ആ വെള്ളം കവിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. തീ നിന്നെ വേവിച്ചല്ലെങ്കിൽ നീ വെന്തു പോകയില്ല, നീ ദഹിച്ചു പോകയില്ല. അഗ്നിജ്വാലയ്ക്ക് ദഹിപ്പിക്കാൻ. അപ്പൊ ഈ പ്രതിസന്ധിയിലൂടെ നീ പോകും, പക്ഷെ അവയ്ക്ക് നിന്നെ നശിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. അതിന് കാരണം പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്നുള്ളത്. ഇന്ന് ദൈവജനമേ, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നാം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അവൻ നമ്മെ തെരഞ്ഞെടുത്തത്. പക്ഷേ ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകത്തില്ലെന്നല്ല, കടന്നു പോകേണ്ടി വരും. പക്ഷെ നമ്മുടെ ഉറപ്പ് എന്നുള്ളത്, നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ് എന്നത്, ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ദൈവം കൂടെ ഇരുന്നാൽ പ്രതിസന്ധിക്ക് നമ്മെ നശിപ്പിക്കാൻ കഴിയുകയില്ല. നാം അതിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് പൂർണ്ണ ജയാളിയായി പുറത്തു വരും. ഹല്ലേലൂയ. ഈ 2-3 ചിന്തകളിലൂടെ ഞാനത് വിവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് സ്തോത്ര ഉൽപ്പത്തി പുസ്തകം പ്രൈസ് ദി ലോർഡ് 26-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അത് ഇസഹാക്കിനോട് ബന്ധപ്പെട്ട് യഹോവയായ ദൈവം പറയുന്നതാണ്: ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. നമ്മൾ ഈ ഒരു ചിന്ത, ഇസഹാക്ക് പ്രൈസ് ദി ലോർഡ് ഒരു ക്ഷാമത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആ ക്ഷാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസഹാക്ക് ആഗ്രഹിക്കുന്നത് മിസ്രൈമിലേക്ക് ചെന്ന് പ്രൈസ് ദി ലോർഡ് ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളത്. ദൈവം അവന് അവകാശമായി കൊടുത്ത സ്ഥലത്ത് നിന്ന് അവൻ ആ ക്ഷാമത്തെ അതിജീവിക്കുവാൻ മിസ്രൈമിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നു. മിസ്രൈമിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ യഹോവയായ ദൈവം അവന്റെ അടുക്കൽ വന്നിട്ട് അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്: നീ മിസ്രൈമിലേക്ക് പോകരുത്. ഹല്ലേലൂയ. പകരം നീ ഈ ദേശത്തു താമസിക്കുക. ക്ഷാമം ഇവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയേണ്ടത് ഇങ്ങനെയായിരുന്നു: ഇസഹാക്കേ, ഞാൻ ഈ ക്ഷാമം മാറ്റി നിനക്ക് മഴ തന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയേണ്ടതിന് പകരം ക്ഷാമത്തെ മാറ്റുമെന്നല്ല പറഞ്ഞത്. പകരം ഹല്ലേലൂയ, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൂടെ ഇരുന്നത് കൊണ്ട് സംഭവിച്ച അനുഗ്രഹം പ്രൈസ് ദി ലോർഡ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ആ ദേശത്ത് പ്രൈസ് ദി ലോർഡ് ഇസഹാക്ക് വിതച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ ആ ആണ്ടിൽ, നോക്കണം 12-ാമത്തെ വാക്യത്തില, ഇസഹാക്ക് ആ ദേശത്തു വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. നോക്കണം, ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുന്ന ഇസഹാക്കിനോട് നീ പോകരുത്,
അവിടെ നിൽക്കുക, ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ക്ഷാമത്തെ മാറ്റിയില്ല. പക്ഷേ ആ കൂടെ ഇരുന്നത് കൊണ്ട് സംഭവിച്ചത്, ആ ആണ്ടിൽ ക്ഷാമത്തിന്റെ ആ സമയത്ത് ഇസഹാക്ക് വിതച്ചു 100 മേനി. ഹല്ലേലൂയ, സ്തോത്രം, ഫലം കൊയ്തു. സ്തോത്രം ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്തൊക്കെയാണ് എന്നൊരു ചിന്തയാ ഈ പകൽക്കാലം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണം, ആ പ്രതിസന്ധിയായ ക്ഷാമത്തെ ദൈവം എടുത്തു കളയുന്നില്ല. പകരം ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവമക്കളെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോശ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകുവാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തും മാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളതിന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്നാണ് വിളിച്ചു. നോക്കണം, മോശ ഫറവോന്റെ അടുക്കൽ നിന്ന് ഫറവോനെ പേടിച്ച് ഓടിപ്പോയത്. അവനോട് ദൈവം പറയുകയാണ്, നീ മടങ്ങിച്ചെന്ന് ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ യഹോവയായ ദൈവമെന്ന് പറയണം, ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ എന്നെ അയച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞ് അവനെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തും മാത്രമുള്ളൂ. എന്നുവെച്ചാൽ എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നമുക്ക് ആ ചരിത്രം മുഴുവൻ അറിയാം. 25 ലക്ഷം ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത് മോശയ്ക്ക് അതിന് കഴിഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ഫറവോന്റെ മുമ്പിൽ സംസാരിച്ചത്, ഇസ്രായേൽ മക്കള് ഹല്ലേലൂയ മോശയുടെ വാക്ക് വിശ്വസിച്ചത്, ഇതെല്ലാം ദൈവം അവന്റെ കൂടെ ഇരുന്നത് കൊണ്ട് സംഭവിച്ചതാണ്. ഹല്ലേലൂയ, സ്തോത്രം. മോശയ്ക്ക് ഹല്ലേലൂയ വ്യക്തിപരമായി മോശയെ നോക്കിയാൽ ഇതിനൊന്നും ഒരു കഴിവുള്ള ഒരാളായിരുന്നില്ല. ദൈവം ഫറവോനെ അങ്ങ് എടുത്തു കളഞ്ഞില്ല, ദൈവം ചെങ്കടലിനെ എടുത്തു കളഞ്ഞില്ല, ദൈവം മരുഭൂമി എടുത്തു കളഞ്ഞില്ല. പക്ഷേ ദൈവം മോശയോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ അവിടെ ഉണ്ടാകും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് പറയാനുള്ള ചിന്ത അതാ. പ്രൈസ് ദി ലോർഡ്, പ്രതിസന്ധിയെ എടുത്തു കളയുന്നവനല്ല നമ്മുടെ ദൈവം. പ്രതിസന്ധി വരുമ്പം ഞാൻ ദൈവത്തിന്റെ അല്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നീ പിശാചിനിടം കൊടുക്കരുത്. ഹല്ലേലൂയ, യെശയ്യാപ്രവചനത്തിൽ ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നീ എന്റേത് തന്നെയാ, പക്ഷേ നീ എന്റേതല്ലാത്തതായതുകൊണ്ടൊന്നുമല്ല ഈ പ്രതിസന്ധി വന്നത്. ഹല്ലേലൂയ, നീ എന്റേത് തന്നെയാ. പക്ഷേ പ്രതിസന്ധിയെ എടുത്തു കളയുകയല്ല, പ്രതിസന്ധിയിൽ ഞാൻ നിന്റെ കൂടെ ഇരുന്ന് പ്രൈസ് ദി ലോർഡ് നിന്നിലൂടെ ഞാൻ ആരാണെന്ന് തെളിയിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എല്ലാ ചിന്തകളും ഞാനിവിടെ ക്രോഡീകരിച്ച് ഇങ്ങനെ നിർത്തുന്നു. ഹല്ലേലൂയ, പ്രതിസന്ധികളെ എടുത്തു കളയുകയല്ല, പകരം ദൈവം കൂടെ ഇരുന്ന് പ്രതിസന്ധികളിൽ ഹല്ലേലൂയ നമ്മെ ജയിപ്പിച്ച് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ ചില ഉറപ്പുകൾ ലഭിക്കുകയും ചെയ്യുവാൻ കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവം, എണ്ണിച്ചനായ കർത്താവേ, പ്രതിസന്ധികളിൽ പലപ്പോഴും ഞങ്ങളെ ദൈവം ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കുന്ന ചിന്തകളുണ്ട്.
ഞങ്ങളെ ദൈവം ഹല്ലേലൂയ സ്തോത്രം അകറ്റി കളഞ്ഞു എന്ന് ചിന്തിക്കുന്ന ചിന്തകളുണ്ട്. ഞങ്ങൾക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ചിന്തകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഇസ്രായേലിനോട് അങ്ങ് പറഞ്ഞ ദൂത് പോലെ ഹല്ലേലൂയ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവർ, പ്രൈസ് ദി ലോർഡ്, അങ്ങക്കുള്ളവർ, അങ്ങ് വീണ്ടെടുത്തവർ, അങ്ങയുടെ സ്വന്തം ജനമാണ് ഞങ്ങൾ എന്നുള്ളത് ഞങ്ങളെ വീണ്ടും ഉറപ്പിച്ചതോർത്തു സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല കർത്താവെ, അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രശ്നത്തെയും പ്രതികൂലത്തെയും എടുത്തു കളയുകയല്ലല്ലോ, അങ്ങ് കൂടെ ഇരുന്ന് കർത്താവേ ഹല്ലേലൂയ അതിൻ്റെ അപ്പുറം കടക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമെന്നും ഞങ്ങളോട് പറഞ്ഞതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ കടന്നു പോകുന്ന മേഖലകൾ ഞങ്ങളെ തകർത്ത് കളയുകയില്ല, ഞങ്ങളെ നശിപ്പിക്കുകയില്ല. പകരം കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, അവയ്ക്ക് മീതേ ഞങ്ങളാകും, ഞങ്ങൾ ജയിക്കും എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം അവിടുന്ന് ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണം കർത്താവെ. ഈ വചനം ഞങ്ങൾക്കും കർത്താവെ അങ്ങയുടെ ജനത്തിനെല്ലാം കർത്താവെ അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.